നമസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ.വി. തോമസിന് സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ ഹൈക്കമാൻഡ് അനുമതി നൽകിയില്ല. പങ്കെടുക്കരുതെന്ന കെപിസിസി നേതൃത്വത്തിന്റെ തീരുമാനം എല്ലാവർക്കും ബാധകമെന്നാണ് അവസാന വാക്ക്. അതേസമയം സെമിനാറിൽ പങ്കെടുക്കാനുള്ള സാധ്യതകൾ കെ.വി. തോമസ് തള്ളിയിട്ടുമില്ല. ബിജെപിക്കെതിരായ പോരാട്ടം ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കെ.വി. തോമസ് മാത്രമല്ല, പാർട്ടി കോൺഗ്രസിലും പാർട്ടിയിലേക്കും പലരും വരുമെന്നാണ് ഇ.പി. ജയരാജന്റെ കമന്റ്. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കെ.വി. തോമസ് ഇടയുമോ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. വാട്സ്ആപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്നുമാണ് ഉമേഷ് ചേരുന്നു നമുക്കൊപ്പം. ഉമേഷ്, താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? കെ.വി. തോമസ് പാർട്ടി കോൺഗ്രസിലെ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണോ താങ്കൾ കരുതുന്നത്? മോളെ, ഇത് എന്നാന്ന് വെച്ചാൽ ഇത് കോൺഗ്രസിനകത്തെ പുഴുക്കുത്തുകളായത്. ഇതുപോലെ കുറെ പുഴുക്കുത്തുകളുണ്ട്. അധികാരങ്ങളെല്ലാം ഉപയോഗിച്ച് ആവാന്ന കാലത്തെല്ലാം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് ഈ അവസാന ഘട്ടം വരുമ്പോഴേക്ക് ഇതുപോലുള്ള കുറെ പുഴുക്കുത്തുകളുണ്ട്. ഈ പുഴുക്കുത്തുകളെല്ലാം എടുത്ത് ദൂരെ കളയേണ്ട അത്യാവശ്യ ഘടകമാണ്. ഇതെല്ലാം CPM-ന്റെ കെണിയിൽ പോയി വീഴുന്നതാണ് ഈ പുഴുക്കുത്തുകളെല്ലാം. ഇവിടെ BJP പഴി ചാരിക്കൊണ്ട് ഈ കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു പരിപാടി CPM കളിക്കുന്നുണ്ട്. ആ കളി ഇവന്മാർ മനസ്സിലാക്കുന്നില്ല. ഈ കോൺഗ്രസ്സുകാർ മന്ദബുദ്ധികളെ ഇവരാരും മനസ്സിലാക്കുന്നില്ല. BJP ഇവിടെ പഴി ചാരിക്കൊണ്ട് കോൺഗ്രസിനെ തീർക്കുക എന്നുള്ള CPM-ന്റെ ഒരു ഒറ്റ ലക്ഷ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ CPM-ന് അറിയാം ഈ കേരളം അല്ലാതെ വേറെ ഒരു സംസ്ഥാനം എനിക്ക് കിട്ടിയാലെന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഈ കേരളത്തിൽ അടി ഉറച്ച് എന്തെക്കാലം ഇവിടെ നിൽക്കണം. ഈ കോൺഗ്രസിനെ കൂടെ ഇവിടെ ഈ കേരളത്തിലും കൂടെ തീർത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കാര്യം ഒരുമാതിരി കട്ടപ്പോകാം. ഇതിനുള്ള ഒരു അവസരമാണ് ഇവർ ഒപ്പിക്കുന്നത്. ഈ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഈ CPM-ന്റെ കളിയാണ്. ഈ പുഴുക്കുത്തുകളെല്ലാം എടുത്ത് കാണും. ഈ ക്യാൻസർ, ഇതുപോലുള്ള ക്യാൻസറുകളെല്ലാം ബാധിച്ച് ദൂരെ കളാം. വയസ്സായി കഴിയുമ്പോഴേക്കും ഒരുപാട് പിച്ചും പേയും വിളിച്ച് പറഞ്ഞു. രാവിലെ നരേന്ദ്രമോദി പൂഴ്ത്തത് കേട്ടു. നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം കോൺഗ്രസ് മനസ്സിലുണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലിരുന്നാൽ പറ്റും. ഇതുപോലെ വിളിച്ച് പറയേണ്ട കാര്യം. ഒന്നാമത് കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം വല്ല ഉള്ളതാണ്. അതുകൊണ്ട് ഈ പാർട്ടി ഇങ്ങനെയുള്ളവരെയൊക്കെ എടുത്ത് ദൂരെ കളണം. CPM പൊക്കോട്ടെ നോക്കണം. CPM ചെന്ന് കുറച്ച് കഴിയുമ്പോൾ CPM-ന് മനസ്സിലാവും ഇങ്ങനെയുള്ള ടീമിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ CPM മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. അതാണ് ഇതിന്റെ യഥാർത്ഥ സത്യത. ശരി, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ വടകരയിൽ നിന്ന് ചേരുന്നു. ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് നേരെ വിപരീത മാഡം. കാരണം കോൺഗ്രസും CPM ഒന്ന് തന്നെയല്ലേ. അവർ കേരളത്തിലൊരു നാടകം കളിക്കുന്നല്ലേ. ദേശീയ തലത്തിൽ അവര് ഭായിമാരല്ലേ. കോൺഗ്രസ് ഇല്ലാതെ CPM-ന് ഏതെങ്കിലും സ്റ്റേറ്റിൽ നിലനിൽപ്പുണ്ടോ? അതേ സ്ഥാനത്ത് കോൺഗ്രസ് CPM-ന്റെ പിറകെ പോകാതിരിക്കുന്നുണ്ടോ? അപ്പൊ ഇത് കേരളത്തിലെ വെറും ഒരു നാടകം മാത്ര, അല്ലാതെ വേറൊന്നുമില്ല. കേരളത്തിലെ KPCC പ്രസിഡന്റിനും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ചെറിയൊരു വിരോധം CPIM-നോടുണ്ട്. അത് കണ്ണൂർ ലോബിയോടുള്ള ഒരു വിരോധം എന്ന് പറയാനേ ഉള്ളൂ. അതിന്റെ പേരിൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന് സുധാകരന് നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമുള്ള ഒരു കടുംപിടുത്തായത്. അല്ലാതെ ദേശീയ തലത്തിൽ അവരൊന്നല്ലേ. അതിവിടെ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ജനങ്ങൾക്ക് പറഞ്ഞൂടെ. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി അവർ വായുവാരയും. അവരിപ്പോ 20 MP-മാരും ഒന്ന് തന്നെയാണ് കേരളത്തിൽ. ആര് ജയിച്ചാലും സോണിയാഗാന്ധിക്ക് പിന്തുണയാ. പിന്നെ അതിലൊന്നും ഒരു പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. ഇത് ജനങ്ങളെ കഴുതകളാക്കുന്ന സിൽവർ ലൈൻ വരുമെന്ന് പറഞ്ഞ് നടക്കും പോലെ പുലി വരുന്നു അതുപോലത്തെ ഒരു സംഭവമായിരുന്നു. ശരി ബാലകൃഷ്ണൻ, വിളിച്ചതിന് നന്ദി. കലാധരൻ എറണാകുളത്ത് നിന്നും. കലാധരൻ, ഇത്തരത്തിൽ ഒരാൾ പറയുന്നു ഇത് കോൺഗ്രസിലെ പുഴുക്കുത്തുകളാണ്, ഇവരൊക്കെ പോകേണ്ടത് തന്നെയാണ്, CPM-ലേക്ക് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മാഡം, സത്യം പറഞ്ഞാലേ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം പറച്ചിലല്ലാതെ വസ്തുതാപരമായ ഒരു കാര്യം ഒരാളും പറയാറില്ല. ഞാൻ ഈ ചർച്ച തുടർച്ചയായി നിരന്തരം ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വെറും രാഷ്ട്രീയ ചോയിൽ കൂടിയുള്ള കാര്യങ്ങൾ പറച്ചിലല്ലാതെ വസ്തുതാപരമായി ഒരു കാര്യവും ഒരുത്തരും പറയാറില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ കെ.വി. തോമസ് എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് പേര് കോൺഗ്രസിൽ നിന്ന് എവിടെയൊക്കെയോ ചാടാൻ വേണ്ടി കച്ചകെട്ടി നിൽക്കുകയാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു സമയം കിട്ടിയാൽ അവർ ചാടിപ്പോകും. മനസ്സിലായില്ലേ? ഇനി കോൺഗ്രസിൽ നിന്നിട്ട് വലിയ കാര്യമില്ല എന്നൊക്കെ ഇവർക്കറിയാം. അത് തന്നെയാണ് CPM-ന്റെയും അവസ്ഥ. CPM ഇപ്പൊ ഇവിടെ കിടന്ന് കുറെ കളിക്കുന്നുണ്ട് കേരളത്തിൽ. അത് അടുത്ത തെരഞ്ഞെടുപ്പ് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്താണ്, പ്രതിപക്ഷം ശക്തമല്ല. അത് ഇവർക്ക് BJP-ക്കും CPM-നും തുരുപ്പിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ ഈ അവസ്ഥയിലും തമ്മിലടിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് കഷ്ടപ്പെടുകയാണ്. എന്താണ് ഈ വിലക്കയറ്റത്തിൽ? വിലക്കയറ്റം ഇത് സൃഷ്ടിപരമായ വിലക്കയറ്റമാണ്. അല്ല, ഇത് അടിച്ചേൽപ്പിച്ച വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റത്തിനത് പ്രതികരിക്കാൻ കഴിയാത്ത ഈ നാറികളൊക്കെ സത്യം പറഞ്ഞ ഏതിൽ ലോകത്തെ ഇവരൊക്കെ ജീവിക്കുന്നത്? ഇവരെന്നും നന്നാകും.
ശരി കലാധരൻ, വിളിച്ചതിനും താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിനും നന്ദി. ജോസഫ് എന്ന പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്നും ചേരുന്നു. ജോസഫ്, പറഞ്ഞോളൂ. മാഡം, ഈ കെ വി തോമസ്, ഉമ്മൻചാണ്ടി, അതുപോലെ KC ജോസഫ്, ഇങ്ങനെ ഉള്ള കുറെ എണ്ണം ഉണ്ട് കോൺഗ്രസിൽ എടുക്കാച്ചരക്കുകളായിട്ട്. ഇവർക്കൊക്കെ ഇത്രയും സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ട് ഇപ്പോഴും ഇതിന്റെ പുറകെ ഇങ്ങനെ കടിച്ചു പോകുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെ കൊണ്ടൊന്ന് വല്ല പൊട്ടക്കെറ്റിലും കൊണ്ട് കളയണം. ഈ നമ്മുടെ കോൺഗ്രസിന്റെ ഈ പരാജയത്തിന്റെ കാരണം തന്നെ ഈ ഇതുപോലത്തെ നാറികളാണ്. ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല ചെറുപ്പക്കാരെ കൊണ്ടുവരണം. കണ്ടില്ലേ, CPM-മാര് കണ്ടില്ലേ, 75 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെല്ലാം മാറ്റി നിർത്തി കണ്ടില്ലേ, നടക്കാൻ പോലും വയ്യ. അതുപോലുള്ള ആൾക്കാർ ഇനി എന്തിനാ ഇനി ഇതിനാ നിൽക്കുന്നത്? അതാണ് ഇത്തരത്തിൽ മാറ്റി നിർത്തുമ്പോൾ മറ്റു പാർട്ടിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. മറ്റു പാർട്ടികൾ എടുക്കുകയും ചെയ്യരുത്. ഇവനെ പോലുള്ളവരെയൊക്കെ എടുത്തിട്ട് അവൻ നടക്കാൻ വയ്യ. കെ വി തോമസിന് വയറ് കാരണം കണ്ടില്ലേ, കാല് വയ്യ, കൈ വയ്യ. ശരി, വളരെയധികം നന്ദി. ജോസഫ് ഇടുക്കിയിൽ നിന്നും സംസാരിച്ചത്. തൃശ്ശൂരിൽ നിന്നും ജോസഫ് ചേരുന്നു. ജോസഫ്, പറയൂ. കരുണാകരൻ മരിച്ചുപോയി നന്നായല്ല, അദ്ദേഹം വരിയത് തന്നെ. ഇപ്പൊ ഏക്കറിന്റെ വളരെ മനപ്രശ്നത്തോടെ ഒഴിഞ്ഞതാണ്. വയലാറേവിക്ക് ഇപ്പോഴും മോഹഭംഗം അവസാനിച്ചിട്ടില്ല. പിന്നെ ഇവരൊക്കെ CPM എന്തിനു വല്ല വിരിക്കുന്നത്? ഈ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും CPM ഉണ്ടായിട്ടുണ്ട്. ഇവര് കച്ചവടം ചെയ്യുന്ന ബിസിനസ് മാർക്കറ്റിൽ വിൽക്കണവര് ഓരോന്ന് അനാവശ്യം പറയുന്നത്. എന്നാളെ ഒരുത്തം കണ്ടില്ലേ, ഒരു ജഡ്ജി എന്തോ ഒരു പെണ്ണിനെ എന്തോ ചടങ്ങിന് വരയ്ക്കേണ്ട പേരിലും പിണറായി വിജയൻ അവർ വിളിച്ചു. പിണറായി വിജയനാണോ ജഡ്ജി പണി? പിണറായി വിജയന് അത് ജഡ്ജിയുടെ. ജോസഫ്, താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയ തകരാറുകളുണ്ട്. വേണുഗോപാൽ എന്ന പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്നും ചേരുന്നു. വേണുഗോപാൽ, ഇത്തരത്തിൽ കെ വി തോമസിന് CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് ഹൈക്കമാൻഡ് പറയുമ്പോഴും അദ്ദേഹം ഇതുവരെ അത് തള്ളിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ വികസന സെമിനാർ, അതായത് CPM-ന്റെ സെമിനാർ എന്ന് പറയുന്ന ഒരു വികസനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് പുരോഗമന കാലഘട്ടത്തിലെ CPM-ന്റെ പാർട്ടി പ്രവർത്തനങ്ങളൊന്നും ശരിയല്ലെങ്കിലും അവര് പൊതുവെ കൊലയാളി പാർട്ടിയാണെന്ന് അറിയപ്പെടുമെങ്കിലും അവരുടെ ചില നല്ല ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ ഈ ശശി തരൂരിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന കെ വി തോമസിനെയൊക്കെ വിളിച്ചിട്ടുള്ള ഒരു കാര്യത്തില് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ പങ്കെടുക്കുന്നതിൽ വിരോധമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാ പാർട്ടിക്കാരും ഈ പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് കൗണ്ടർ എന്ന് പറയാം. പക്ഷെ എന്നിരുന്നാലും ഈ വികസനവുമായി ബന്ധപ്പെട്ട് നല്ല മനസ്സോടെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഏത് തരത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും സഹകരണത്തോടുകൂടി മാത്രമേ എവിടെയും ഭരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്തരം ഉപദേശങ്ങളും ആശയങ്ങളും പരസ്പരം കൈമാറുന്നതിൽ വിരോധമില്ല. ഇവർക്ക് കേന്ദ്രത്തിലും ഇവിടെയൊക്കെ ഒരേ ഇതിലായിട്ട് ഇതാവാമെങ്കിൽ ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നതിൽ വിരോധമില്ല. പക്ഷേ അതിലെ ഉദ്ദേശശുദ്ധി CPM-ന്റെ പുറത്ത് പറയണം. കാരണം ഇവരെ മാത്രം ക്ഷണിക്കുന്നതിന്റെ അർത്ഥമില്ല. ഇതിൽ നല്ല ആളുകൾ, നല്ല രീതിയിൽ പുരോഗമനത്തിൽ ചിന്തിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് നല്ല ആളുകളുണ്ട്. അവരെയാണ് യഥാർത്ഥത്തിൽ ക്ഷണിക്കേണ്ടത്, പാർട്ടി നേതാക്കന്മാരെ അല്ല. ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഈ വികസനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒരുപാട് വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്. ഈ ക്ഷണത്തെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല അല്ലേ വേണുഗോപാൽ? അല്ല, നിസ്സാരമായിട്ട് കാണരുത്. നല്ല രീതിയിൽ തന്നെയാണ് അവർ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയം കണ്ടിട്ട് ഇവിടെ അവർ CPM-ലേക്ക് പോണവരാണ്, അല്ലെങ്കിൽ ഇവരാണ് പോണവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുമാണ്. വളരെയധികം നന്ദി വിളിച്ചതിന്. കണ്ണൻ എന്ന പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു. കണ്ണൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തരത്തിൽ കെ വി തോമസ് CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും എന്നാണോ താങ്കൾ കരുതുന്നത്? മാഡം, ഇപ്പൊ നമുക്ക് കുറച്ച് അധികം നാളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് കോൺഗ്രസിൽ നിന്നും മറ്റ് ഇതര പാർട്ടിയിൽ നിന്നും ഇപ്പോൾ ആ താൻ നിൽക്കുന്ന പാർട്ടിയിൽ യാതൊരുവിധ സമ്പാദ്യവും ഇല്ല, അല്ലെങ്കിൽ അത് വെറും മുങ്ങുന്ന കപ്പലായി പോയെന്ന് കണ്ടാൽ അടുത്തത് എവിടെയാണ് കിട്ടപ്പോര് അങ്ങോട്ട് ചാടും. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഇപ്പൊ നമുക്ക് CPM-ലും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പാർട്ടികളിൽ BJP-യില് ഒക്കെ പിന്നെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ CPM എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനെ ഇതേപോലുള്ള വേസ്റ്റുകൾ എടുക്കാതിരിക്കുന്നതല്ല, ഇപ്പം ഒരു വേസ്റ്റ് പാർട്ടിയായിട്ട് മാറിപ്പോകും. കാരണം വെച്ചാൽ നേരെ നമുക്കറിയാം ഈ കെ വി തോമസ് ഒക്കെ കിലോ കണക്കിന് ചെമ്മീനുമായിട്ട് ഡൽഹി പോയി പിന്നെ അവിടെ ആൾക്കാരെ കയ്യിലെടുക്കുന്നതാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത്. പക്ഷെ അതേപോലെ അയാളൊക്കെ ഇത് ഈ പാർട്ടികൾ കൊണ്ട് ഒത്തിരി സമ്പാദ്യം ഉണ്ടാക്കിയതാ. ഇനിയെങ്കിലും മര്യാദക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഈ അനേകം ചെറുപ്പക്കാരുണ്ട് പ്രവർത്തിക്കാൻ, വേറെ ഒത്തിരി വളർന്നു വരുന്നത്, അവരെ നമുക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരണം. അവരൊക്കെ സത്യസന്ധരായിട്ടുള്ള ചെറുപ്പക്കാർ അനേകമുണ്ട്. അല്ലാതെ ഇതേപോലുള്ള പിന്നെ അക്കാനും മോഷ്ടിക്കാൻ നടക്കുന്ന ആൾക്കാരെ
പിടിച്ച് നമ്മൾ ശരി കണ്ണൻ, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ജിബിൻ എന്ന പ്രേക്ഷകൻ പാലക്കാട് നിന്ന് ചേരുന്നു. ജിബിൻ, ഇപ്പോൾ കണ്ണൻ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഈ പാർട്ടി മാറ്റം അത് കേരള രാഷ്ട്രീയത്തിൽ പുതുമയുള്ളൊരു കാര്യമല്ല. അത് തീർത്തും വ്യക്തിപരമായി എടുക്കേണ്ട ഒരു കാര്യമല്ല. അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കായി മാത്രമാണ് ഒരാൾ പാർട്ടി വിടുന്നത്, മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് എന്ന് കണക്കാക്കാനാകുമോ? ഇല്ല, ഇതിപ്പോ എന്താ വെച്ചാൽ UDF രണ്ടാം വട്ടമാണ് അവർ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഇനിയും ചിലപ്പോൾ അടുത്തൊരു വട്ടവും കൂടെ ചില പ്രതിപക്ഷത്തിരിക്കാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വ്യക്തമായിട്ട് ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണൽ മാനേജ്മെന്റ് നമ്മളിപ്പോ പുതിയ ശൈലിയിൽ നമ്മൾ പറഞ്ഞ മാതിരി സമുദായങ്ങളെ അവർക്ക് ഏകോപിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ചിലപ്പോ പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും ഇനിയും കൂടുതൽ നേതാക്കള് CPM-ലേക്ക് പോകാനുള്ള സാഹചര്യം കാണുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിയമസഭാ തെരഞ്ഞെടുപ്പിക്ക് വന്ന സമയത്ത് MP സ്ഥാൻ രാജീവ് വന്ന സമയത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ നമ്മുടെ CPM നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അത് നന്നായി വർക്കായി. കാരണം നമ്മൾ ഈ ഏറ്റവും നല്ല ഈ UDF സർക്കാരുകളിൽ ഏറ്റവും നല്ല ഒരു UDF സർക്കാരിന് ഞാൻ കാണുന്നത് നമ്മുടെ അവസാനം വന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ്. പക്ഷെ ആ ഉമ്മൻചാണ്ടി സർക്കാരിനകത്ത് ഏറ്റവും അവസാനം നടന്ന 5ാം മന്ത്രി വിവാദം, അതാണ് UDF-ന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അതുണ്ടാക്കിയ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയ ഒരു ഭിന്നിപ്പ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇന്നും UDF-ന് പല സമൂഹങ്ങളുടെ ഇടയിലും സ്വാധീനം നഷ്ടപ്പെട്ടത്. UDF വളരുന്നുണ്ടെങ്കിലും പക്ഷെ കോൺഗ്രസിന്റെ വളർച്ച കീഴ്പോട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നേതാക്കന്മാർ ഇനിയും അതായത് ഈ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല. കാരണം അത് വളർച്ച നെഗറ്റീവ് ഗ്രോത്ത് ആണ്. അതുകൊണ്ട് മറ്റു പാർട്ടികൾ ഇപ്പൊ നോക്കി എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഇന്നിപ്പോ കേരളയിൽ വന്നാലും അടുത്ത പ്രാവശ്യം LDF വരാൻ തന്നെ സാഹചര്യമുണ്ട്. കാരണം അവർ വ്യക്തമായിട്ട് ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണൽ മാനേജ്മെന്റ് അവര് കറക്റ്റായിട്ട് ചെയ്യുന്നു, അതുകൊണ്ട് വരുന്നു. പിന്നെ പോരാത്തതിന് മാധ്യമങ്ങളുടെ മേലുള്ള ഈ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം, അതായത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ എല്ലാ നമുക്ക് നോക്കാം വിനു വി ജോൺ അടക്കം നേരിടുന്ന പ്രശ്നങ്ങള് ഏഷ്യാനെറ്റിലെ പരസ്യമായിട്ട് അധിക്ഷേപിച്ചിട്ട് പോലും ഒരു സാംസ്കാരിക പ്രവർത്തകരോ അതിനെതിരെ പറയുന്നില്ല. അത് മറ്റൊരു വിഷയമാണ്. ജിതിൻ, വളരെയധികം നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. റെജി എന്ന പ്രേക്ഷകൻ ഇടുക്കിയിൽ നിന്നും ചേരുന്നു. റെജി, പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ KV തോമസ് പങ്കെടുക്കുകയാണെങ്കിൽ അത് അച്ചടക്ക ലംഘനമാണ് എന്ന് മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കൾ പറയുന്നു. അതൊരു വിധത്തിൽ ശരിയുമാണ്. കാരണം കോൺഗ്രസിന്റെ അവസാന വാക്ക് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് പറയുന്നു പങ്കെടുക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ട, ആ സെമിനാറിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, കോൺഗ്രസുകാർ ആരും പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതേസമയം ഇത്രയും പറഞ്ഞിട്ടും താൻ പോകില്ല എന്നൊരു വാക്ക് അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോളുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പോക്കിനെ തള്ളിയിട്ടില്ല. പറയൂ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ആവുന്നിടത്തോളം കാലം കോൺഗ്രസിനെ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് നിന്ന് ആവുന്നിടത്തോളം അധികാരങ്ങളും എല്ലാം കൈപ്പറ്റിയ ആളാണ് KV തോമസും ഒക്കെ. എന്നിട്ട് പാർട്ടി ഒരു പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് പങ്കെടുക്കലെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോൾ പങ്കെടുക്കുന്നത് വളരെ മോശം പരിപാടിയാണ്. ഒരു കാരണവശാലും പങ്കെടുക്കാൻ പാടില്ല. പാർട്ടി പ്രസിഡന്റ് എന്ത് പറയുന്നു അത് അംഗീകരിക്കാൻ കേരളത്തിലെ എല്ലാ പ്രവർത്തകരും ബാധ്യസ്ഥരാണ്. എന്തോ ഒരു MP ആയി, എന്തോ മന്ത്രിയായി, എന്തെല്ലാം കോൺഗ്രസിൽ നിന്ന് കൈപ്പറ്റാൻ പറ്റുമോ അതെല്ലാം കൈപ്പറ്റി. അതിനുശേഷം കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിനെ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാളയത്തിൽ പോയി അവിടെ ചെന്ന് പ്രസംഗിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും മോശമായ നടപടിയാണ്. ഇവർക്കൊക്കെ നടപടി എടുക്കണം. ഇവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. എന്തിനാ ഇവര് പാർട്ടി നിൽക്കുന്നത്? പാർട്ടിയെ കൊണ്ട് പറ്റുന്ന കാലത്ത് കാര്യങ്ങൾ നേടിയെടുക്കുകയും പാർട്ടിക്ക് ഒരു ക്ഷീണം പറ്റുന്ന സമയത്ത് പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ആ പാർട്ടിക്ക് എതിരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഇവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അതാണ് ചെയ്യേണ്ടത്. ശരി റജി, നന്ദി. തങ്കച്ചൻ എന്ന പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന്. തങ്കച്ചൻ, ഇപ്പോഴും KV തോമസ് പോകുമെന്നും പറഞ്ഞിട്ടില്ല. സാറേ, ഇത് ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള ഒരു സമ്മേളനമാണ് CPM-ന്റെ സമ്മേളനം. കാരണം കേരളത്തിലല്ല, ഇന്ത്യയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പാർട്ടി CPM ആണ്. CPM പിന്നെ 3-4 സ്റ്റേറ്റിലെ ഉള്ളു, കാര്യം ശരിയാണ്. പക്ഷെ സംഘടനാ തെരഞ്ഞെടുപ്പ് അതിന്റെ ചിട്ടവട്ടയോടുകൂടി നടത്തുന്ന പിന്നെ പാർട്ടി മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാവുന്ന ഒരു വേദിയാണ് CPM-ന്റെ സമ്മേളനം. പക്ഷെ ഈ CPM-ന്റെ സമ്മേളനത്തിൽ CPM-ന് അനുകൂലമായിട്ട് സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കണമെന്നില്ല. പിന്നെ കോൺഗ്രസിന്റെ അഭിപ്രായം കോൺഗ്രസിനെ ആ വികസന സെമിനാറിൽ പറയാം, കേരളയിൽ പറയാം, അങ്ങനെ എന്ത് കാര്യവും ആ സെമിനാറിൽ പറയാം. കോൺഗ്രസിന്റെ പ്രതിനിധികൾ പോയി അവിടെ കോൺഗ്രസിന്റെ അഭിപ്രായം പറയണ്ടേ?
അഭിപ്രായം പറയണം. പക്ഷെ തങ്കച്ചൻ, പാർട്ടിയുടെ തീരുമാനമാണ്, ഒരു നേതാക്കളും പോകേണ്ട. പാർട്ടിയുടെ തീരുമാനം അറിഞ്ഞ അമിതമായ മാർക്സിസ്റ്റ് വിരോധികളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും. അത് രണ്ടാമത്തെ കാര്യമാണ്. ഹൈക്കമാൻഡ് പറയുന്നു പോകണ്ട. ഹൈക്കമാൻഡിനെ തരിപ്പിച്ചതാരാണ്? രാജി ഭീഷണി മുഴക്കിക്കൊണ്ടാണ് സുധാകരൻ ഹൈക്കമാൻഡിന് മുമ്പിലേക്ക് ചെന്നത്. അല്ല, അവസാന തീരുമാനം ഹൈക്കമാൻഡിന്റേതാണല്ലോ. ശശി തരൂരും KV തോമസും പോയാൽ ഞാൻ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞപ്പം പിന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു പ്രസിഡന്റാണ് ഹൈക്കമാൻഡിന്റെ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ സംഘടനാ തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു പ്രസിഡന്റാണ്. ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് അവർക്ക് തന്നെ അറിയാൻ മേലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. തങ്കച്ചൻ, താങ്കൾ പറയുന്നതിൽ ഒരു കാര്യം മാത്രമേ ഞാൻ, ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അവസാന വാക്കായ ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കണ്ടേ? ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചതാരാണ്? ഹൈക്കമാൻഡിനെ രാജി ഭീഷണി മുഴക്കി ധരിപ്പിച്ചതാരാണ്? ശരി ശരി, വളരെയധികം നന്ദി താങ്കൾ വിളിച്ചതിന്. പ്രകാശ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. പ്രകാശ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് തീർത്തും CPM ഒരു നഷ്ടമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന് ഇത്രയും വലിയ പദവികൾ അലങ്കരിച്ച് MP ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. ഇതെല്ലാമായിട്ട് അദ്ദേഹത്തിന് അതിനുശേഷവും അദ്ദേഹം ഇനിയും ഈ CPMന്റെ സമയത്ത് പങ്കെടുക്കാതിരിക്കുന്നത് വളരെ നഷ്ടമായിരിക്കുന്നതാണ് ഞാൻ പറയാൻ കഴിയുന്നത്. കാരണം ഒരുപാട് പദവികൾ അലങ്കരിച്ചതല്ലേ. അതായത് ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പൊ ഇത് താങ്കൾ എന്താണ് പറയുന്നത്? ഇദ്ദേഹം പോകണമെന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഈ ഇത്രയും കോൺഗ്രസ് നിന്നുകൊണ്ട് ഇതിന്റെ എല്ലാ തരത്തിലുള്ള ആചാര സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് അത് പോകുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രവർത്തക പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രകാശ്, ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്തരത്തിൽ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെ പോകുന്നവരാണ് ഭൂരിഭാഗവും. പക്ഷെ എനിക്കിനി ഈ പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, എന്റെ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പാർട്ടിയുടെ അഭിപ്രായം മറ്റൊന്നാണ്, അല്ലെങ്കിൽ അത് പാർട്ടിയെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കിനി ഒട്ടും ഇതിൽ തുടരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിൽ തെറ്റുണ്ടോ? അദ്ദേഹം ചെയ്യേണ്ടത് ഒരു പത്രസമ്മേളനം വിളിക്കുക. പത്രസമ്മേളനം വിളിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പോകുമല്ലോ. അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കാം ഞാൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെടുന്നില്ല. അപ്പോൾ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന് തീർച്ചയായും നല്ല സ്വതന്ത്രമായി പങ്കെടുക്കാമല്ലോ. അദ്ദേഹത്തിന് ഏത് പാർട്ടിയോടും പങ്കെടുക്കാം. അപ്പോൾ താഴെയുള്ള പാർട്ടി പ്രവർത്തകർക്കെല്ലാം വളരെ സന്തോഷമായിരിക്കും. അതല്ലേ അതിനകത്ത് ഏറ്റവും വലിയ മര്യാദയായി കാണുന്നത്. അതാണ്. ശരി പ്രകാശ്, വളരെയധികം നന്ദി. ശ്യാം എന്ന പ്രേക്ഷകൻ ചാലക്കുടിയിൽ നിന്ന് ചെയ്യുന്നു. ശ്യാം, ഇപ്പോൾ പ്രകാശ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അത്തരത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ, CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം വിളിച്ചതിന് ശേഷം ആ പാർട്ടിയിലേക്ക്, CPMന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് അന്തസ്സായി പോകാം, അല്ലെങ്കിൽ ആരുടെയും അഭിപ്രായം ചോദിക്കാതെ, അനുവാദം ചോദിക്കാതെ പോകാം എന്നാണ് പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഉത്തമം. ഈ കോൺഗ്രസിൽ ഇതേപോലെ വയസ്സായി കിടന്ന് കടിച്ചു തൂങ്ങി കിടക്കുന്ന നേതാക്കന്മാരുള്ള സംഘടനയായി മാറിയിരിക്കുക. ഇൻക്ലൂഡിങ് എന്റെ ഫാമിലി അടക്കം ഈ കോൺഗ്രസ് വ്യക്താക്കളായിരുന്നു. ഇപ്പൊ മാറി ചിന്തിക്കുകയാണ് ഞങ്ങളൊക്കെ. മനസ്സിലായോ? എന്താണ് കാരണം? കാരണം ഇതേപോലെ ഇവര് ഇപ്പൊ ഈ KV തോമസിന്റെ സമ്പാദ്യം, അയാള് ഈ കോൺഗ്രസിൽ വന്ന കാലം തുടങ്ങിയുള്ള സമ്പാദ്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം, അതായത് ഈ വർഷം അയാൾക്ക് വർധനമുള്ളൂ, കൂടിയിട്ടുള്ളൂ അയാളുടെ സമ്പാദ്യം. മനസ്സിലായോ? എത്രത്തോളം, അതായത് നമ്മളിപ്പോ നാട്ടിലിപ്പോ ഈ ഓരോ നേതാക്കന്മാരുടെയും വർഷങ്ങൾക്ക് മുമ്പുള്ള സമ്പാദ്യവും ഇപ്പോഴുള്ള ഈ 2022 എടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു ഭാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവരെ കൊണ്ട്. മനസ്സിലായോ? ശ്യാം, ഇപ്പോൾ ഈ കൂടുതൽ കോൺഗ്രസിലേക്ക് പുതുമുഖങ്ങൾ വരുന്നു, ചെറുപ്പക്കാർ വരുന്നു, സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നു. അതിലൊന്നും ഇനിയൊരു പ്രതീക്ഷയില്ലേ? അപ്പൊ ഒട്ടും പ്രതീക്ഷ ഇല്ലാത്തോണ്ടല്ലേ കോൺഗ്രസ് പല സ്ഥലത്തും നമ്മളിപ്പോ മറ്റു സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരൊക്കെ പല പാർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ? എന്താ കാരണം? എന്താ കാരണം? ഇതേപോലുള്ള ഇവരുടെ ഈ തരം താഴ്ന്ന പ്രവൃത്തികളാണ്. ഇവർക്കൊക്കെ സ്വന്തമായ സെൽഫിഷ് മൈൻഡാണ് ഇപ്പോൾ ഉള്ള കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർക്കും. ഈ ഉമ്മൻചാണ്ടിയൊക്കെ മാറിക്കൊടുക്കേണ്ട കാലം കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് തന്നെ നോക്കിയാറിനൂടെ? ഇപ്പൊ രമേശ് ചെന്നിത്തല ഈ സുധാകരനെ ഈ പ്രസിഡന്റ്